ഹായ് ഓൾ, ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം റീനീറ്റ് കൗണ്ട് ഡൗൺ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഞാൻ ആദ്യം അതിന്റെ NCERT അതാണല്ലോ നമ്മൾ നോക്കി പോണത്. NCERT നിങ്ങൾക്കൊന്ന് പ്രസന്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ് ഉള്ളത്. ആ ഇൻട്രൊഡക്ഷൻ സെഷൻ വായിക്കാൻ മറന്നു പോകരുത്, കാരണം അതിൻ്റെ അകത്ത് തന്നെ ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകാം. ഏതാണ് ക്ലോറിൻ കണ്ടെയ്നിങ് ആന്റിബയോട്ടിക് എന്നോ, അല്ലെങ്കിൽ ടൈഫോയിഡ് ഫീവറിന് ഏതാ ഉപയോഗിക്കാമെന്നോ, അല്ലെങ്കിൽ ഏതാണ് ഗോയിറ്ററിന് ഉപയോഗിക്കാമെന്നോ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം അവിടെ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. ദെൻ അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് കയറുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. എന്തിനൊക്കെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നമ്പറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹൈബ്രിഡൈസേഷന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ദെൻ വന്നിട്ടുള്ളത് നോമൻക്ലേച്ചർ സെഷൻ ആണ്. നമുക്ക് അതിനകത്ത് കോമൺ നെയിമും IUPAC നെയിമും NCERT ടെക്സ്റ്റിൽ ഡിസ്കഷൻ ഉണ്ട്. സോ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് കൂടിയൊക്കെ മക്കളെ എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ ഒന്ന് നോക്കി പോകേണ്ടതുണ്ട് നിങ്ങൾ. അത് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് കാർബൺ ഹാലജൻ ബോണ്ട് ആണ്. കാർബൺ ഹാലജൻ ബോണ്ട് പോളറൈസ്ഡ് ആണെന്നും ഹാലജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെന്നും അതിൽ കാർബൺ ഹാലജൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരുമ്പോൾ എങ്ങനെയാണ് ബോണ്ട് ലെങ്ത് മാറുന്നത്, എന്താണ് ഹൈബ്രിഡൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടേബിൾ അതിൽ ഓരോന്നിനും ബോണ്ട് ലെങ്ത്, ബോണ്ട് എൻതാൽപ്പി, ഇതൊക്കെ ആ ഒരു ഭാഗത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വായിക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കൃത്യമായി നോക്കി പോവുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആണ്. അത് ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു. ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഓർക്കുക, അതിനകത്ത് ആ തയോണൈൽ ക്ലോറൈഡ് SOCl2 വെച്ചിട്ടുള്ള തയോണൈൽ ക്ലോറൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് SO2 HCl ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് പ്യുവർ ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. അപ്പൊ അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അൺഹൈഡ്രസ് ZnCl2 HCl, കോൺസെൻട്രേറ്റഡ് HCl, ലൂക്കാസ് റിയേജന്റ്. ആൽക്കഹോളിനെ അടുത്ത ചാപ്റ്റർ ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിനെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറിയിൽ അതിനെ തരംതിരിക്കാനൊന്നും നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും. ഇവിടെ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ സെഷനിൽ അതുണ്ട്. അപ്പോൾ അതിന്റെ റിയാക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ദെൻ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, അതായത് ടെർഷറി ആണ്, സെക്കൻഡറി ആണ്, പ്രൈമറി ആണ്, ഓർഡറിന്റെ മെക്കാനിസത്തിന്റെ ഓർഡർ ഒക്കെ നമുക്ക് അറിയാം. ആൽക്കീനിൽ നിന്നുള്ള പ്രിപ്പറേഷൻ, അതിൽ നിന്ന് മാർക്കോണിക് ഓഫ് റൂളും ആന്റി മാർക്കോണിക് ഓഫ് റൂളും മറന്നു പോകരുത്. ദെൻ അഡീഷൻ ഓഫ് ഹാലജൻ, ഒന്ന് ഹൈഡ്രോ കാർബൺസിലേക്ക് നമ്മുടെ ചിന്ത പോകേണ്ടതുണ്ട്. ഒരു സൈക്ലിക് ഹാലോണിയം ഇന്റർമീഡിയറ്റിൽ കൂടിയുള്ള അഡീഷൻ നടന്ന ഒരു വിസിനൽ ഡൈഹാലൈഡ്സ് കിട്ടുന്ന കാര്യം ഓർക്കണം. ദെൻ ഹാലോരീൻസിന്റെ പ്രിപ്പറേഷൻ തന്നെ ഹൈഡ്രോ കാർബൺസിന്റെ ബാക്കി ഭാഗമാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളും അതിൽ ഫ്ലൂറോബെൻസീനെയും അയോഡോബെൻസീനെയും ഡയറക്റ്റ് മെത്തേഡിൽ വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നും ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് ഉള്ളതെന്നും, ടൊളുവിന്റെ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, അതുപോലെ തന്നെ സാൻമേയസ് റിയാക്ഷനും ഗെറ്റർമാൻസ് റിയാക്ഷനും നിങ്ങൾക്ക് അറിയാം. അതിൽ തന്നെ അയോഡോബെൻസീനെ ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് KI വെച്ചിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓർത്തോഡൈക്ലോറോബെൻസിൻ, മെറ്റാഡൈക്ലോറോബെൻസിൻ, പാരാഡൈക്ലോറോബെൻസിൻ, ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡൈപോൾ മൊമെന്റ്, ഇതിനെ കുറിച്ചുള്ളൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോലബിലിറ്റി ഉണ്ട്. ദെൻ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസിൽ വരുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എലിമിനേഷൻ ഉണ്ട്, റിയാക്ഷൻ വിത്ത് മെറ്റൽസും ഉണ്ട്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. SN1 റിയാക്ഷൻ, SN2 റിയാക്ഷൻ. അപ്പൊ ഏത് തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് SN1 റിയാക്ഷൻ നടക്കുക, ഏതിലാണ് SN2 റിയാക്ഷൻ നടക്കുക എന്നുള്ളതിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നമ്മൾ. ദെൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു ടേബിൾ നിങ്ങൾ മറക്കാതെ നോക്കി വെക്കണം. കാരണം ഓർഗാനിക് കെമിസ്ട്രിയിൽ ചാപ്റ്ററിൽ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല ക്വസ്റ്റ്യൻ ഒതുങ്ങി നിൽക്കുക. ഒന്നിലധികം ചാപ്റ്ററിൽ കൺവേർഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഭാഗത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ആംബിയന്റ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന ടേമിനെയും നിങ്ങളുടെ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ചോദ്യം നമ്മുടെ NCERT എക്സാമ്പിൾ 10.5 KCN ആയിട്ട് റിയാക്ട് ചെയ്താൽ RCN എന്നും, അതുപോലെ തന്നെ AgCN ആയിട്ട് റിയാക്ട് ചെയ്താൽ RNC ആണ് വരുന്നത്. അതിന് KCN ആണെങ്കിൽ NaCN ആണെങ്കിൽ അതിന് അയോണിക് ക്യാരക്ടറും മറ്റേതിന് കോവാലന്റ് ക്യാരക്ടറുമാണ്. AgCN കോവാലന്റ് ക്യാരക്ടറുമാണ് എന്നുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മെക്കാനിസംസ് കൃത്യമായി SN1 SN2 ഒക്കെ മെക്കാനിസം, അതിന്റെ കോൺഫിഗറേഷൻ, SN2 മെക്കാനിസം ആണെങ്കിൽ ഒരു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ വരുമെന്നും എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. SN1 റിയാക്ഷനും SN2 റിയാക്ഷൻസിനെ കുറിച്ച് ഏത് SN1 ഏത് SN2 എന്നുള്ള കാര്യങ്ങളും അതിൽ ആരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കൈറാലിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ NCERT ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ദെൻ അതിനുശേഷം വരുന്നത് എലിമിനേഷൻ റിയാക്ഷൻ ആണ്. എലിമിനേഷൻ റിയാക്ഷൻ ഒരു സെയ്റ്റ്സബ്സ് റൂൾ ഓഫ് എലിമിനേഷൻ എന്ന് പറയുന്ന എലിമിനേഷനെ കുറിച്ച് അവിടെ പറയുകയും ദെൻ എലിമിനേഷൻ വേഴ്സസ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആർക്കാണ് എലിമിനേഷൻ പ്രിഫറബിൾ ആയിട്ട് നടക്കുക, ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിഫറബിൾ ആയിട്ട് നടക്കുക എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ഒന്ന് പഠിച്ച കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ ഒരു തവണ എഴുതിയ ആൾക്കാരാണ്. അതുകൊണ്ട് ഇനി റീനീറ്റ് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോണ സമയത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്നൊന്ന് ബ്രഷപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ദെൻ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗം, ഗ്രിഗ്നാർഡ് റിയേജന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ തന്നെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ്. ദെൻ വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ദെൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ്. ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകാം. ദെൻ എങ്ങനെയാണ് ആ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഓൾറെഡി ഹാലജൻസ്, നമുക്ക് ഹൈഡ്രോ കാർബൺസ് പഠിച്ചു വന്ന കുട്ടികൾ നിങ്ങൾക്ക് അറിയാം ഹാലജൻസ് കാണിക്കുന്ന ഇഫക്റ്റ് ഒരു +R ഇഫക്റ്റ് ആണെന്നും അതുകൊണ്ട് ഓർത്തോപാര ഡയറക്ടർ ആണെന്നും എന്നാൽ ക്ലോറോബെൻസീന്റെ ഈ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ റിയാക്ടിവിറ്റി റേറ്റ് ബെൻസീനേക്കാളും കുറവാണെന്നും അവിടെ റിയാക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെന്നും ഓറിയന്റേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ റെസൊണൻസ് ഇഫക്റ്റുമാണ് എന്നുള്ള ഭാഗം നമ്മൾ അവിടെ കാണാം. ദെൻ വുഡ്സ് ഫിറ്റിക് റിയാക്ഷനെ കുറിച്ചും NCERT ടെക്സ്റ്റ് അവിടെ പറഞ്ഞ് പോളി ഹാലജൻ കോമ്പൗണ്ട്സിലേക്ക് പോകുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ഭാഗം എളുപ്പമുള്ള ഭാഗമാണല്ലോ, ക്വസ്റ്റ്യൻ ഒന്നും കാണില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒരു തവണയെങ്കിലും ഇതൊന്ന് വായിച്ചു പോകണം, ഇതിന്റെ യൂസസ് ഒക്കെ ഒന്ന് വായിച്ചു പോകണം. ഈ യൂസസ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. ഇങ്ങനെയാണ് ആ ചാപ്റ്ററിന്റെ NCERTയുടെ രത്ന ചുരുക്കം. സോ ഹാലോ ആൽക്കൈൻസ് എന്താണെന്നും ഹാലോ അരീൻസ് എന്താണെന്നും അതിന്റെ പ്രിപ്പറേഷൻസും പ്രോപ്പർട്ടീസും പോളി ഹാലജൻ കോമ്പൗണ്ട്സും കൂടെ ചേർന്നതാണ് നമ്മുടെ ഹാലോ ആൽക്കൈൻ ഹാലോ അരീൻ. ഓക്കെ ആണല്ലോ, നമ്മൾ ടെക്സ്റ്റ് റിവൈസ് ചെയ്തല്ലോ. ഇനി നമുക്ക് ചെയ്തു പോകേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻസിലേക്കാണ്. നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കയറി പോയാലോ? ഓക്കെ, ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ജെമിനൽ ഹാലൈഡ്. മക്കളെ, നിങ്ങൾ വിസിനൽ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടില്ലേ? വിസിനൽ എന്താണ്? അഡ്ജസൻ കാർബണിൽ അറ്റാച്ച് ചെയ്താൽ, ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് വിസിനൽ. ഒരേ കാർബണിന്റെ മുകളിലാണ് ഇവൻ അറ്റാച്ച് ചെയ്തെങ്കിൽ ഇവന് പറയുന്ന പേരാണ് എന്ത്? ജെമിനൽ എന്ന് പറയുന്നത്. ആണോ? ഇനി നെയിം ചെയ്യുന്ന സമയത്ത് വിസിനൽ ആവുമ്പോ സമയത്ത് ഇലീൻ എന്നും ജെമിനൽ ആവുന്ന സമയത്ത് ഇഡീൻ എന്നുമാണ് നമ്മൾ പറയാം. ശരിയല്ലേ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ. ഇവിടെ നമ്മളോട് ചോദിച്ചുള്ളത് ജെമിനൽ ആണ്. ജെമിനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഇഡീൻ എന്നാണ് വരിക, അഡ്ജസൻ പാർട്ടിലല്ല. അവിടെ നോക്കൂ, ഓപ്ഷൻസ് കണ്ടാൽ തന്നെ അറിയാം എന്തായാലും ഇവനൊരു അല്ലൈലേക്കല്ല. ഹാലജൻ ആറ്റം പ്രസന്റ് ഇൻ അഡ്ജസന്റ് അല്ല. അഡ്ജസന്റ് ആണെങ്കിൽ വിസിനൽ ആണ്. പക്ഷേ നമ്മുടെ ജെമിനൽ ഡൈഹാലൈഡ്സിന്റെ കോമൺ നെയിം പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കുക അതിന്റെ കൂടുതൽ ഇഡീൻ എന്നും ചേർക്കും. ഇവിടെ ഡൈ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് മക്കളെ? ഫസ്റ്റ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഓർക്കുക, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം, ദ IUPAC നെയിം ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കൂ, ഇവിടെ ഡബിൾ ബോണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രോമിനും ഉണ്ട്. നമുക്ക് പ്രയോറിറ്റി ആർക്കാ? ഡബിൾ ബോണ്ടിനല്ലേ. അപ്പൊ ഇവിടുന്ന് എണ്ണുകയാണെങ്കിൽ 1 2 3 4 5 ഇങ്ങനെയല്ലേ മക്കളെ വരിക. അവിടെ ഡബിൾ ബോണ്ട് മൂന്നാമത്തെ പൊസിഷനിലാണ്. തിരിച്ചെണ്ണി നോക്കൂ, 1 2 3 4 5. നോക്കൂ, ഡബിൾ ബോണ്ട് സെക്കൻഡ് പൊസിഷനിലാണ്. സോ ഇതിനാ പിങ്ക് കളറിലുള്ളതാണോ ബ്ലാക്ക് കളറിലുള്ളതാണോ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള മാർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലുള്ളതാണ്. ആണോ? അപ്പൊ രണ്ടാമത്തെ പൊസിഷനിലാണ് ആര് വരേണ്ടത്? ഈൻ വരേണ്ടത്. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ ഈൻ വരണ ഒരു ഒറ്റ ഉത്തരേ ഉള്ളൂ. ഏതാണ് ഉത്തരം? 4 ബ്രോമോ പെന്ററ്റൂയിൻ. നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഇത് മുഴുവൻ എഴുതി ട്രഡീഷണൽ മെത്തേഡ് കൂടെ മാത്രം ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. ആ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ആദ്യം മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് സമയം ലാഭിക്കാം. യെസ്, IUPAC നെയിം ഓഫ് ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താ ടെർഷറി? ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, അതായത് ഇവിടെ ക്ലോറിൻ ആണ് ആ ഗ്രൂപ്പ്, ആ അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം 3 കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് ടെർഷറി. നോക്കൂ, ഇവിടെ 1 2 3 4 കാർബൺ ഉണ്ട്. അപ്പൊ ബ്യൂട്ടാണ്, ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ആണ് ഈ സാധനം.
ഇനി ഹൈഡ്രജൻസ് സാറ്റിസ്ഫൈ ചെയ്യാം. ഇവിടെ CH3 ആണ് വരിക, ഇവിടെ CH3 ആണ് വരിക, ഇവിടെ CH3 ആണ് വരിക. കർണാടകയിലുള്ള കാർബന്റെ വാലൻസി ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കി നോക്കാം. 1 2 3. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട്, രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഉണ്ട്. അപ്പൊ ക്ലോറിന് C, മീഥൈലിന് M. അപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ആരാ വരിക? ക്ലോറോണ്ട് C അല്ലേ വരിക. സോ കറക്റ്റ് ആൻസർ ഏതാ വരിക? 2 ക്ലോറോ 2 മീഥൈൽ 3 കാർബൺ പ്രൊപ്പ്, എല്ലാം സിംഗിൾ ബോണ്ട് പ്രൊപ്പൈൻ. റെഡിയാണേ? ഓക്കെ, അടുത്ത ചോദ്യം. കാർബൺ ഹാലജൻ ബോണ്ട് ഈസ് പോളറൈസ്ഡ് ബിക്കോസ് എന്നാണ്. മക്കളെ, കാർബൺ ഹാലജൻ ബോണ്ട് പോളറൈസ് ചെയ്തു. എന്തുകൊണ്ട്? നോക്കൂ, കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റമാണ് ആര്? ഹാലജൻ. അതുകൊണ്ട് തന്നെ ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺ പെയർ ആരെ ഭാഗത്തേക്കാണ് നിൽക്കുക? ഹാലജന്റെ ഭാഗത്തേക്കാണ് നിൽക്കുക. തൽഫലമായി ഇതിനൊരു ഡെൽറ്റ മൈനസും ഇതിനൊരു ഡെൽറ്റ പ്ലസും ഉണ്ടാവും. ഇതിനെയല്ലേ നമ്മൾ ഇതിനൊരു പൊളാരിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോളറൈസേഷൻ വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ ഹാലജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആരെക്കാളും കൂടുതലായത് കൊണ്ടാണ്, കാർബണിനേക്കാളും കൂടുതലായത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ പറയാം? ബി ഓപ്ഷൻ പറയാം. ഹാലജൻ ആറ്റം ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ ആറ്റം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് അതിനു മുന്നേ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ NCERT ടെക്സ്റ്റിലെ ആ ഇൻട്രൊഡക്ഷൻ പേജ് ഒന്ന് വായിക്കുക. വിസിനൽ, ജെമിനൽ, അല്ലൈലിക്, ബെൻസൈലിക് അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ് കണ്ടത്. IUPACയുടെ കോമണും അതുപോലെ തന്നെ കോമൺ നെയിമും കണ്ടു, IUPAC നെയിമും കണ്ടു, then അതിന്റെ പൊളാരിറ്റിനെ കുറിച്ച് കണ്ടു. നമുക്കിനി ആ പ്രിപ്പറേഷൻ സെഷന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോകാം. നോക്കാം. വെൻ ക്ലോറിൻ ഈസ് പാസ്ഡ് ത്രൂ propene at 400 degrees Celsius, which of the following is formed? ഇതില് കുട്ടികൾ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. മിസ്റ്റേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഞാനിതാ എക്സാം ഹാളിലെത്തി, ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചു. ആരായിട്ട് റിയാക്ട് ചെയ്തു? പ്രൊപ്പീൻ ക്ലോറിൻ ആയിട്ട് റിയാക്ട് ചെയ്തു. ഞാൻ പ്രൊപ്പീന്റെ ഫോർമുല എഴുതി, CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതി. ഞാൻ ഇതിലേക്ക് ക്ലോറിൻ എന്ന് എഴുതി. ക്ലോറിൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിക്കും, ഓക്കെ ഇവിടെ ക്ലോറിൻ ആണല്ലോ, ഞാൻ അഡീഷൻ ഓഫ് ഹാലജൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് എന്ത് പ്രൊഡക്റ്റ് എഴുതും? CH3 CHCl CH2Cl. ഇങ്ങനെ പ്രൊഡക്റ്റ് എഴുതും. എന്നിട്ട് 1 2 1 2 3 1 2 ഡൈക്ലോറോ പ്രൊപ്പൈൻ. അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഉത്കണ്ഠകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ എക്സാമിനേഷൻ ഹാളിൽ വരാം. അത് ഉണ്ടാവരുത്. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചോദ്യം കൃത്യമായി വായിക്കണം. നോക്കൂ, ക്ലോറിൻ ഈസ് പാസ്ഡ് ത്രൂ പ്രൊപ്പീൻ അറ്റ് 400 degrees Celsius. അപ്പോ ഇവിടെ ഒരു ഹയർ ടെമ്പറേച്ചർ ആണ് തന്നിരിക്കുന്നത്. ഹയർ ടെമ്പറേച്ചറിൽ ഇവിടെ നടക്കുക ഒരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. ഹൈ ടെമ്പറേച്ചർ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ അഡീഷൻ അല്ല, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, CH3 CH ഡബിൾ ബോണ്ട് CH2 എനിക്കറിയാം ഈ CH3 ഇവിടെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് CH2. CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുമ്പോൾ ഐ ഗോട്ട് ആൻ അലൈലിക് ഫ്രീ റാഡിക്കൽ ആണോ? അപ്പൊ അതിലേക്ക് ഒരു ക്ലോറിന് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ CH2 CH ഡബിൾ ബോണ്ട് CH2 ഇവിടെ ആര് വരും? Cl വരും. സോ ഈ റിയാക്ഷനിൽ ഒരു അഡീഷൻ റിയാക്ഷന് പകരം ഇവിടെ നടന്നിരിക്കുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം sp3 ആണ്, തൊട്ടടുത്ത കാർബൺ ആറ്റം sp2 ആണ്. സോ ഇതെന്താണ്? അല്ലൈലിക് ആണ്. അല്ലൈൽ പൊസിഷനിലാണ് ക്ലോറിൻ വന്നത്. ഇതൊരു അല്ലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? അല്ലൈൽ ക്ലോറൈഡ് ആണ്. സോ തെറ്റിക്കരുതേ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ഇത് നല്ലൊരു ചോദ്യമാണ്. നോക്കൂ, ഇൻ ദ റീപ്ലേസ്മെന്റ് ഓഫ് നമുക്ക് തന്നിട്ടുള്ളത് അത് Cl എന്നല്ല, കാർബൺ അയഡിൻ ബോണ്ട് ആണ്. ഇതിലേക്ക് MF ആഡ് ചെയ്തു. ഇതിലേക്ക് എന്നിട്ട് എന്ത് കിട്ടി? ആര് മാറി? അയഡിൻ മാറി ഫ്ലൂറിൻ വന്നു, ദെൻ Mi വന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഒരു ഹാലജൻ മാറി വേറെ ഹാലജൻ വന്നു. സോ ഇതൊരു ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആയിട്ട് നമുക്ക് പറയാം, ആണല്ലോ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ ചോദ്യം ഇതാണ്, ഈ MFൽ ഈ M ആരാണ്? ഏത് മെറ്റലാണ്? സോഡിയം തന്നിട്ടുണ്ട്, പൊട്ടാഷ്യം തന്നിട്ടുണ്ട്, റുബീഡിയം തന്നിട്ടുണ്ട്, ലിഥിയം തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആരാണ്? ഈ M എന്നാണ് ചോദ്യം. അപ്പൊ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഈ കാർബണിന്റെ ബോണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം.
ബ്രേക്ക് ചെയ്യണ്ടേ മക്കളെ? ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ നെഗറ്റീവ് ചാർജും കിട്ടുമല്ലോ, ബിക്കോസ് ഇറ്റ് ഈസ് പോളറൈസ്ഡ് അല്ലേ മക്കളെ? ദെൻ അങ്ങനെയാണെങ്കിൽ ഇവനും എന്തായിരിക്കണം? ഒരു അയണിക് ആയിരിക്കണം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ എം എഫ് ഏറ്റവും കൂടുതൽ അയണിക് ആവുന്നത് എപ്പോഴാ? നിങ്ങൾ കൺസിഡർ ചെയ്യൂ, LiF കൺസിഡർ ചെയ്യൂ, അതുപോലെ തന്നെ NaF കൺസിഡർ ചെയ്യൂ, ദെൻ KF കൺസിഡർ ചെയ്യൂ, RBF കൺസിഡർ ചെയ്യൂ. ഏറ്റവും കൂടുതൽ അയണിക് ആവുന്നത് എപ്പോഴാ? ഈ RBF വരുമ്പോഴല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ് മക്കളെ? RB ആണ് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ ഫെജാൻസ് റൂൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഇതിൽ ആര് മാറണം? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. സോ പ്ലസ് ആൻഡ് മൈനസ് ആവും. സോ ഇവനും പ്ലസ് ആൻഡ് മൈനസ് ആവണം. അപ്പൊ അത് മോർ അയണിക് ആണ്. അപ്പൊ മെറ്റൽ ഫ്ലൂറിൻ ബോണ്ട് മോർ അയണിക് ആവുന്ന ആര് വരുമ്പോഴാണ്? റുബീഡിയം വരുമ്പോഴാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ. സോ മൈ കറക്റ്റ് ഓപ്ഷൻ ഈസ് റുബീഡിയം. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ഡയറക്റ്റ് ചോദ്യമാണ്. സെലക്ട് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ROH, PCl5, RCl. അത് കഴിഞ്ഞാൽ ഇവിടെ ആര് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ആരൊക്കെയാ കിട്ടുക? അതായത് PCl5 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് POCl3യും HClഉം ആണ് അല്ലേ? PCl3 ആണെങ്കിൽ അവിടെ കിട്ടുന്നത് ആരാണ്? H3PO3 ആണ്. SOCl2 ആണെങ്കിൽ അവിടെ SO2ഉം HCl ഒക്കെ ആണ് എന്ന് നമുക്കറിയാലോ. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് alkyl halides ഫ്രം ആൽക്കഹോൾ എന്ന് പറയുന്ന ഭാഗത്താണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഈസ് POCl3 ആൻഡ് HCl. സോ അവർ കറക്റ്റ് ഓപ്ഷൻ ഈസ് A. റൈറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, തയോണൈൽ ക്ലോറൈഡ് മെത്തേഡ് ഈസ് പ്രിഫേർഡ് ഓവർ ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ് ബിക്കോസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ചോദ്യം ഇതാണ്. ROHലേക്ക് നിങ്ങൾക്ക് PCl5 ആഡ് ചെയ്താൽ, PCl3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, തയോണൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ SOCl2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ആൽക്കൈൽ ഹാലൈഡ് ആയിട്ടുള്ള RClലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷെ അതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? തയോണൈൽ ക്ലോറൈഡ് SOCl2 എന്നാണ് പറയുന്നത്. അതിന് കാരണം ROH SOCl2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് RCl ആണ്, ദെൻ SO2 ആണ്, ദെൻ HCl ആണ്. ദെൻ ഈ SO2 എന്ന് പറയുന്നതിന്റെ നേച്ചർ ഗ്യാസ് ആണ്, HCl ഇവിടെ എന്താണ്? ഗ്യാസ് ആണ്. സോ റിയാക്ഷൻ മിക്സ്ചർ ഇവർ എന്ത് ചെയ്യും? ഇവാപറേറ്റ് ചെയ്ത് പോവില്ലേ? ഇവാപറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് മാത്രമല്ലേ ഉണ്ടാവുക. സോ അവിടെ ഉണ്ടായിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് എന്തായിരിക്കും? പ്യോർ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം, ആൽക്കൈൽ ഹാലൈഡുകൾ ഉണ്ടാക്കാൻ, ആൽക്കഹോളിൽ നിന്ന് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിയേജന്റ് നമുക്ക് ആരെ ഉപയോഗിക്കാം? തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിക്കാം. ബിക്കോസ് അവിടെ ബൈ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് എന്തായിട്ട് പോകുന്നുണ്ട്? ഗ്യാസസ് ആയി പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ്സ് ഫ്രം ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? റൈറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് തന്നിട്ടുണ്ട്. RX NaI in the presence of dry acetone. നോക്കൂ, ഒരു ഹാലജൻ മാറി വേറെ ഹാലജൻ വന്നു. സോ ദിസ് റിയാക്ഷൻ ഈസ് എ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ അസറ്റോൺ ആണ് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. NaClO NaBrO പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ലീ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പോകുന്നത്. ഫിൻകെൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബവ്. മക്കളെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ തന്നെയാണ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസിന്റെ ഭാഗത്ത് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി നോക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിലേക്ക് നോക്കാം. ആ ചോദ്യം ഇതാണ്. ഹൗ മെനി മോണോക്ലോറോ ഡെറിവേറ്റീവ്സ് ഒബ്റ്റെയിൻ വെൻ നിയോപെന്റേൻ ഈസ് ക്ലോറിനേറ്റഡ്. അതായത് എത്ര മോണോക്ലോറോ ഡെറിവേറ്റീവ് കിട്ടും? നിയോപെന്റേൻ എടുത്ത് ക്ലോറിനേഷൻ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഓരോ തവണ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ എത്ര തരത്തിലുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് അവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ആരറിയണം? നിയോപെന്റേൻ അറിയണം. പെന്റ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വരണം? 5 കാർബൺ വരണം. നിയോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലോ എത്ര കാർബൺ വരണം? 2 കാർബൺ വരണം. അപ്പോൾ ഇങ്ങനെ 2 കാർബൺ കൊടുക്കുന്ന ഈ ഒരു സ്ട്രക്ചർ അല്ലേ നിയോപെന്റേന്റെ സ്ട്രക്ചർ. ഹൈഡ്രജൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഇവിടെ CH3 ആണ് വരിക, ഇവിടെ CH3 ആണ് വരിക, ഇവിടെ CH3 ആണ് വരിക, ഇവിടെ CH3 ആണ് വരിക. റെഡി അല്ലേ? ഇനി മക്കളെ നോക്കൂ, ഇതിനെ നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യുന്ന സമയത്ത് മോണോക്ലോറിനേഷൻ ഓരോ സ്ഥലത്തും ക്ലോറിൻ പോയി അറ്റാച്ച് ചെയ്താൽ എത്ര സിംഗിൾ ക്ലോറിനുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കണതിന് മുന്നേ കുട്ടികളെ നിങ്ങൾ നോക്കൂ, ഇതിലെല്ലാത്തിലും ഈ
ഇക്വലന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻസ് ആണ് ഉള്ളത്. ശരിയല്ലേ? ഒരേപോലെയല്ലേ ഹൈഡ്രജൻസ് ഉള്ളത്? ഇക്വലന്റ് ഹൈഡ്രജൻസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിയോപെന്റേനെ ക്ലോറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലോറിൻ വന്നാലും, അടുത്തത് ഇവിടെ ക്ലോറിൻ വന്നാലും, ഇവിടെ വന്നാലും എല്ലാം എന്താണ്? സെയിം ആണ്. ആണല്ലോ. അതുകൊണ്ട് എത്ര മോണോക്ലോറിനേറ്റഡ് പ്രൊഡക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഹൈഡ്രജനും ഈക്വലന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രൊഡക്റ്റ് കിട്ടുള്ളൂ? ഒറ്റ മോണോക്ലോറോ പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കൂ. ദ കറക്റ്റ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? നോക്കൂ, 1 അയഡോ ബ്യൂട്ടൈൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 1 ബ്രോമോ ബ്യൂട്ടൈൻ തന്നിട്ടുണ്ട്, 1 ക്ലോറോ ബ്യൂട്ടൈനും തന്നിട്ടുണ്ട്, ബ്യൂട്ടൈനും തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നിരിക്കുന്നതിൽ ആരൊക്കെയുണ്ട്? ആൽക്കൈൽ ഹാലൈഡ്സും ഉണ്ട്. ബ്യൂട്ടൈൻ എന്ന് പറയുന്ന സമയത്ത് അത് ആരുമാണ്? ആൽക്കൈനുമാണ്. ഇനി നമുക്കറിയാം ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ബോയിലിംഗ് പോയിന്റ് ആരെക്കാളും കൂടുതലാണ്? ആൽക്കൈനേക്കാളും കൂടുതലാണ്. അപ്പൊ ഈ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് വരുന്ന ആർക്കായിരിക്കും? ഇപ്പൊ ഞാൻ ഇതിനെ 1, ഇതിനെ 2, ഇതിനെ 3, ഇതിനെ 4 എന്നിട്ടാൽ ഏറ്റവും കുറവ് വരുന്നത് 4 അല്ലേ? ശരിയല്ലേ? കാരണം അവൻ ആൽക്കൈൻ ആണ്. ദെൻ 1 അയഡോ ബ്യൂട്ടൈൻ, 1 ബ്രോമോ ബ്യൂട്ടൈൻ, 1 ക്ലോറോ ബ്യൂട്ടൈൻ എല്ലാം ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്. ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ബോയിലിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാ മക്കളെ? 1 മോളാർ മാസ് ആണ്, 2 കാർബൺ ചെയിൻ ലെങ്ത് ആണ്, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രാഞ്ചിങ് ആണ്. ആണല്ലോ. അപ്പൊ നോക്കൂ, ഇവിടെ എല്ലാത്തിന്റെയും മോളാർ മാസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്യൂട്ട് എല്ലാത്തിനും 4 കാർബണാണ്. പക്ഷെ 1 അയഡോ, 1 ബ്രോമോ, 1 ക്ലോറോ എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കളെ അയഡിൻ അല്ലേ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലടാ മോളാർ മാസ് കൂടുതൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആർക്കായിരിക്കും? 1 അയഡോ ബ്യൂട്ടൈൻ ആയിരിക്കും. അങ്ങനെ 1 അയഡോ ബ്യൂട്ടൈൻ വരുന്ന ഏതാ ഓപ്ഷൻ ഉള്ളത്? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പറഞ്ഞ് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. റെഡിയാണേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കണേ. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഓർഡർ ഓഫ് ദർ മെൽറ്റിംഗ് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒക്കെ ഡൈക്ലോറോ ബെൻസീൻ ആണ്. ഒന്നാമത്തത് ഇവൻ ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ ആണ്, ഇവൻ മെറ്റാ ഡൈക്ലോറോ ബെൻസീൻ ആണ്, ഇവൻ പാരാ ഡൈക്ലോറോ ബെൻസീൻ ആണ്. ആണോ? ഈ ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ, മെറ്റാ ഡൈക്ലോറോ ബെൻസീൻ, പാരാ ഡൈക്ലോറോ ബെൻസീൻ ഇതിനൊക്കെ ബേസ് ചെയ്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ചോദിക്കുക ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ ഓർത്തോ ഡൈക്ലോറോ ഗ്രേറ്റർ ദാൻ, മെറ്റാ ഡൈക്ലോറോ ഗ്രേറ്റർ ദാൻ, പാരാ ഡൈക്ലോറോ ആണ്. കാരണം പാരാ ഡൈക്ലോറോ ബെൻസീൻ കറക്റ്റ് ആയിട്ട് സിമെട്രി ആണ്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ള കാര്യം ഓർക്കണം. ദെൻ അടുത്തത് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ ഏറ്റവും കൂടുതൽ ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ ആണ്. ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ ആണ് വരിക. ദെൻ വരിക പാരാ ഡൈക്ലോറോ ബെൻസീൻ ആണ് വരിക. ദെൻ വരുന്നത് മെറ്റാ ഡൈക്ലോറോ ബെൻസീൻ ആണ് വരിക. ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ. ദെൻ മെൽറ്റിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിമെട്രി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പാരാ ഡൈക്ലോറോ ബെൻസീൻ ആണ്. പിന്നെ വരേണ്ടത് മെറ്റയാണ്. പക്ഷേ ഡൈപോൾ മൊമെന്റ് കൂടുതൽ ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ ആയതുകൊണ്ട് തന്നെ അതാണ് പിന്നെ വരുന്നത് ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ ആണ്. പിന്നെയാണ് ആര് വരുന്നത്? മെറ്റാ ഡൈക്ലോറോ ബെൻസീൻ ആണ്. ഈ മെറ്റാ ഡൈക്ലോറോ ബെൻസീൻ എന്നും തേക്കാൻ വിധിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനാണെന്നാ പറയാ. നോക്കൂ, ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറിലും തള്ളിക്കളഞ്ഞു, മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡറിലും തള്ളിക്കളഞ്ഞു. സോ ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ ഓർത്തോ, മെറ്റ, പാര, OMP. ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ OPM എന്നാണ്. മെൽറ്റിംഗ് പോയിന്റിന്റെ പേര് പോം എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. സോ പാര, ഓർത്തോ, മെറ്റ. സോ പാര എന്ന് പറയുന്നത് ഇവിടെ 3rd ആണ്. ദെൻ ഓർത്തോ, ദെൻ മെറ്റ. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് 1 ആണ്. റെഡി ആണല്ലോ? ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട് മക്കളെ. ഈ ഭാഗം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആംബിയന്റ് ന്യൂക്ലിയോഫൈൽ? ഒന്നിലധികം ആറ്റത്തിൽ കൂടി ഇലക്ട്രോൺ സപ്ലൈ ചെയ്യുന്നതാണ് സയനൈഡ് അയൺ. അത് കാർബൺ ആറ്റവും ഉണ്ട്, നൈട്രജൻ ആറ്റവും ഉണ്ട്, വേറെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. സോ സയനൈഡ് അയൺ ആണ് നമ്മുടെ അവിടുത്തെ ആൻസർ. റെഡി? ഓക്കെ മക്കളെ, കെമിക്കൽ റിയാക്ഷൻസിലെ ആദ്യത്തെ ചോദ്യം നോക്കൂ. വെൻ എ പ്രൈമറി അറോമാറ്റിക് അമൈൻ ഡിസോൾവ്ഡ് ഇൻ കോൾഡ് aqueous mineral acid HCl is treated with NaNO sodium nitrite, the product formed is എന്നാണ് ചോദ്യം. മക്കളെ, പ്രൈമറി അറോമാറ്റിക് അമൈൻ. സോ ഒരു പ്രൈമറി അറോമാറ്റിക് അമൈൻ ആയിട്ടുള്ള എനിക്ക് അനിലിനെ എടുക്കാം. ദിസ് ഈസ് റിയാക്റ്റഡ് വിത്ത് NaNO2 പ്ലസ് HCl.
കോൾഡ് എന്ന് തന്നുകൊണ്ട് ഞാൻ 0 to 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുക്കാം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ മക്കൾക്കറിയാം. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡയാസോട്ടൈസേഷൻ ആണ്. സോ അവിടെ കിട്ടുക ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആണ്. സോ എന്റെ ഉത്തരം എന്താണ്? ബി ആണ് ഉത്തരം. മക്കളെ, നമ്മൾ അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഇതിന്റെ റിപ്ലിക്ക വരുന്നുണ്ട്. പ്രൈമറി അരോമാറ്റിക് അമൈൻസ് നമുക്ക് NaNO2HCl കോൾഡ് കണ്ടീഷൻ 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുകയാണെങ്കിൽ അത് ഡയാസോണിയം ക്ലോറൈഡ് ആയിട്ട് മാറുമെന്നും അതുപോലെ തന്നെ അത് 0 to 5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഇവനിത് ഡിസോസിയേറ്റ് ചെയ്ത് അക്വസ് മീഡിയം ഉണ്ടെങ്കിൽ അത് ഫിനോൾ ആയി മാറും എന്ന് നമുക്ക് പറയാം. ദെൻ പ്രൈമറി അലിഫാറ്റിക് അമൈൻ ആണെങ്കിൽ ഇതേ കണ്ടീഷനിൽ പ്രൈമറി ആൽക്കഹോളിലേക്ക് അവസാനിക്കുന്നു എന്നും നമുക്ക് ആ ചാപ്റ്ററിൽ റിപ്ലിക് ആയിട്ട് നമുക്ക് കേൾക്കാം. ഇനി ഈ ചോദ്യത്തിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താലോ? ഇനി ഇവിടെ കോൾഡ് ഇല്ല എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. അവിടെ കോൾഡ് കണ്ടീഷൻ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ എങ്ങനെ പോകും? ഇതേപോലെ തന്നെ നോക്കൂ, അമൈൻ ആണ്, പ്രൈമറി അരോമാറ്റിക് അമൈൻ ആണ്. ദാറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് NaNO2 plus HCl. ദിസ് ഈസ് ആക്ച്വലി HNO2, റൈറ്റ്? ഇനി 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ റിയാക്ട് ചെയ്താൽ ഇത് തന്നിട്ടില്ല. അതാണ് കേസ്. തന്നിട്ടില്ലാത്തത് കൊണ്ട് ഡയാസോണിയം ക്ലോറൈഡ് ഉണ്ടാകുകയും അൺസ്റ്റേബിൾ ആണ്, അക്വസ് മീഡിയം ആണ്. അതുകൊണ്ട് അവൻ എന്തിലാണ് പ്രൊഡക്റ്റ് അവസാനിപ്പിക്കുക? ഫിനോളിലാണ് പ്രൊഡക്റ്റ് അവസാനിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏത് വന്നേനെ? നൺ ഓഫ് ദി അബവ് വന്നേനെ. ഓക്കെ, സോ ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓരോ കണ്ടീഷനും തന്നിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായി നോക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. കണ്ടോ, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇൻകറക്റ്റ് എന്ന് പറയണം നമുക്ക്. നോക്കൂ, ആദ്യത്തത് ഒരു ഹാലോ ബെൻസീൻ ആണ്. ഹാലോ ബെൻസീനിലേക്ക് CH3COCl, ആക്ച്വലി ദിസ് ഇസ് RCOCl ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് AlCl3. സോ കണ്ടാൽ അറിയാം ദിസ് റിയാക്ഷൻ ഈസ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്, അല്ലെ? ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെന്ന് അറിയാം. ഇനി ബെൻസീൻ റിങ്ങിന്റെ പുറത്തുള്ള ക്ലോറിൻ എന്ത് ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്? +R ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ +R ഇഫക്റ്റ് കാണിച്ചാൽ ഇൻകമിംഗ് ഇലക്ട്രോഫൈൽ വിൽ അറ്റാച്ച് ഇൻ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ശരിയാണോ? അതിൽ പാരാ പ്രൊജക്റ്റ് ആണ് മേജർ ആയിട്ട് കിട്ടുക, പക്ഷെ ഓർത്തോ നമുക്ക് മൈനർ ആയിട്ട് കിട്ടും. എന്തായാലും ഇവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടന്നു, ഓർത്തോ പ്രൊഡക്റ്റ് കിട്ടി, അത് ശരിയാണ്, റൈറ്റ്? ഇനി അടുത്തത് നോക്കൂ, ക്ലോറോ ബെൻസീനെ ഫിനോൾ ആക്കി മാറ്റി, ഡൗസ് പ്രോസസ് കറക്റ്റ് ആണ്. ദെൻ അടുത്ത് നോക്കൂ, ഈ സിയും ഡിയും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നോക്കൂ, ആദ്യത്തതിൽ ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് അവൻ. ഈ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിലേക്ക് അവൻ അക്വസ് ആയിട്ടുള്ള ഒരു ആൽക്കലി ആഡ് ചെയ്തു. നമുക്കറിയാം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അക്വസ് ആയിട്ടുള്ള ആൽക്കലി ആണെങ്കിൽ അവിടെ ഹാലജൻ മാറി OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൈമറി ആയതുകൊണ്ട് തന്നെ SN2 മെക്കാനിസം വഴിയാണ് അത് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, again this is an alkyl halide, this is also an alkyl halide. അത് പ്രൈമറി തന്നെയാണ്, പക്ഷേ റിയേജന്റ് ഈസ് ആൽക്കഹോളിക്. റിയേജന്റ് ആൽക്കഹോളിക് ആണെങ്കിൽ അവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുക എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. എന്ത് എലിമിനേഷൻ ആയിരിക്കും? ബീറ്റ എലിമിനേഷൻ ആയിരിക്കും. എന്നിട്ട് അവിടെ ഒരു മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള എന്താണ് ഫോം ചെയ്യുക? ആൽക്കീൻ ആണ് ഫോം ചെയ്യുക. ഈ തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പക്ഷേ മീഡിയം ആൽക്കഹോളിക് ആണ്. സോ അവിടെ പ്രിഫർ ചെയ്യണത് എലിമിനേഷൻ ആണ്. സോ ഇവിടെ ആൽക്കഹോൾ അല്ല കിട്ടുക, പകരം ആൽക്കീൻ ആണ് കിട്ടുക. മക്കളെ, NCERT ടെക്സ്റ്റ് ആദ്യം കാണിച്ചു തന്ന സമയത്ത് there is a competition between substitution and elimination എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഈ കാര്യങ്ങൾ കാണാം. എന്തായാലും അവിടെ ആൽക്കീൻ ആണ് കിട്ടേണ്ടത്, ആൽക്കഹോൾ അല്ല. സോ ദാറ്റ് ഇസ് ഇൻകറക്റ്റ് വൺ, റൈറ്റ്? We will move to the next question. 1-bromopropane is reacted with the reagents എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നിട്ട് അത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, 1-bromopropane, that is CH3 CH2 CH2Br. this is 1-bromopropane. ഞാൻ ഈസി ആയിട്ട് ഇതിനെ വേണമെങ്കിൽ RX എന്ന് ഞാൻ ജനറലി എഴുതുന്നു. എന്നിട്ട് ആദ്യത്തത് അവർ തന്നിരിക്കുന്നത് ആൽക്കഹോളിക് AOH ആണ്. ആൽക്കഹോളിക് മീഡിയം ആണെങ്കിൽ അവിടെ പ്രിഫർ ചെയ്യുക റിയാക്ഷൻ എന്തായിരിക്കും? എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ആൽക്കീൻ ആയിരിക്കും. അപ്പൊ ഈ എനെ എങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം? 3യിലേക്ക് മാർക്ക് ചെയ്യാം. എനെ 3യിലേക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എന്റെ ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ളതൊക്കെ KCN ആയിട്ട് റിയാക്ട് ചെയ്താൽ RX റിയാക്റ്റഡ് വിത്ത് KCN ഇറ്റ് പ്രൊഡ്യൂസസ് RCN ആണ്. AgNO2 ആയിട്ട് റിയാക്ട് ചെയ്താൽ RNO2 ആണ്. ഇതൊക്കെ നമുക്ക് ആ
സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ NCERT ടെക്സ്റ്റിലെ കോളം കൃത്യമായി ആ ബോക്സ് കൃത്യമായി നോക്കി പോണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. റൈറ്റ്, വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. സെലക്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ് ഫിഗർ. മക്കളെ, താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ ഫിഗറിനെ അനലൈസ് ചെയ്യാം. ഇവിടെ CH3Cl എന്ന് പറയുന്ന ഒരു മീഥൈൽ ക്ലോറൈഡ്, OH മൈനസ്, ദാറ്റ് ഇസ് ദ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ. നോക്കൂ, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ Cl അവിടുന്ന് മാറി OH വന്നു, ഒരാള് മാറി വേറൊരാൾ വന്നു. സോ അവിടെ നടന്ന പ്രോസസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. റെഡിയാണേ? Then OH minus is the incoming nucleophile. So that reaction is initiated by a nucleophile. So that substitution is a attacking reagent is a nucleophile. So that substitution is a nucleophilic substitution. And this is a methyl group. ആണല്ലോ, methyl group ആയതുകൊണ്ട് അവിടെ ഏത് റിയാക്ഷൻ ആയിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്യുക? SN2 റിയാക്ഷൻ ആയിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്യുക. എങ്ങനെ SN2 റിയാക്ഷൻ നടക്കുക? ആ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈല് ലീവിംഗ് ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി അറ്റാച്ച് ചെയ്ത് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് പോലെയായി. Then Cl അവിടുന്ന് മാറുമ്പോൾ തന്നെ ആര് കയറി വരും? OH കയറി വരും. That is a single step process, right? So this is an SN2 mechanism. Clear? ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. As reaction progress, bond between carbon atom and nucleophile is formed with weakening carbon atom and the leaving group bond. അതായത് എത്രത്തോളമാണോ ന്യൂക്ലിയോഫൈല് ബോണ്ട് ചെയ്യുന്നത് അത്രത്തോളം ലീവിംഗ് ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആണ് ആ പ്രോസസ്. There is an inversion in configuration. മക്കളെ, SN2 റിയാക്ഷൻ നമ്മൾ പഠിച്ചപ്പോ, അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ പഠിച്ചപ്പോ നമുക്കറിയാം SN2 റിയാക്ഷൻ is specific, സ്റ്റീരിയോ സ്പെസിഫിക്. എന്തുകൊണ്ട് SN2 റിയാക്ഷൻ സ്റ്റീരിയോ സ്പെസിഫിക് ആവണേ? അതായത് വരുന്ന ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ that will be attached always opposite to that leaving group. അതുകൊണ്ട് ഇവിടെ കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്യും. അതിന് അംബ്രല ഇൻവേർഷൻ എന്നും വാൾഡൻ ഇൻവേർഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. Then transition state is unstable and cannot be isolated. ശരിയാ, SN2 റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണ്. SN1 പോലെ രണ്ട് സ്റ്റെപ്പിലല്ല, ഒരു കൺസേർട്ടഡ് മെക്കാനിസം ആണ്. ട്രാൻസിഷൻ സ്റ്റേറ്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മക്കളെ, നാലാമത്തെ നോക്കി നോക്കൂ. കാർബൺ ആറ്റം ഈസ് ബോണ്ടഡ് ടു 4 ആറ്റം ഡ്യൂറിംഗ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. SN2ന്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പെന്റാ കോർഡിനേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ 4 ആൾക്കാരായിട്ട് ബോണ്ട് ചെയ്തതുപോലെ ഏതാണ്ട് ഒരു 5 ആൾക്കാർ ആ കാർബൺ ആറ്റത്തിന്റെ വിസിറ്റിയിൽ ഉണ്ടാവുന്നതാണ് നമുക്ക് പറയാൻ പറ്റുക. സോ ദിസ് ഇസ് ദ റോങ് വൺ. മൈ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഡി. റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഇൻ വിച്ച് കേസ് ദ അപ്രോച്ച് ഓഫ് nucleophile is easy in SN2 reaction shown in figure. മക്കളെ, നമുക്ക് നോക്കൂ, ഒരു സബ്സ്ട്രേറ്റ് മീഥൈൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ടെർഷറി SN1 ആയിരിക്കും, ടുവേർഡ്സ് മീഥൈൽ SN2 ആയിരിക്കും. കാരണം SN1 റിയാക്ഷൻ ആണെങ്കിൽ കാർബോകാറ്റയോൺ മെക്കാനിസം ആണല്ലോ. അതുകൊണ്ട് ടെർഷറി കാർബോകാറ്റയോൺ നമുക്കറിയാം സ്റ്റേബിലൈസ്ഡ് ആവും നമുക്കറിയാം. അതുകൊണ്ട് ടുവേർഡ്സ് ടെർഷറിയിലേക്ക് പോകുമ്പോൾ SN1 റിയാക്ഷൻ പ്രിഡോമിനേറ്റ് ചെയ്യും. ദെൻ കാർബോകാറ്റയോൺ മെക്കാനിസം അല്ല, കൺസേർട്ടഡ് മെക്കാനിസം ആണ്, ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവും. ആ രീതിയിലുള്ള ആൾക്കാർക്കായിരിക്കും ഏത് ഫോളോ ചെയ്യുക? SN2 മെക്കാനിസം ഫോളോ ചെയ്യുക. സോ മീഥൈൽ ഗ്രൂപ്പിന് പ്രിഡോമിനന്റ്ലി അത് SN2 റിയാക്ഷൻ ഈസി ആയിട്ട് നമുക്കെന്ന് അറിയാം. സോ നമ്മുടെ ഉത്തരം ഏതാണ് മക്കളെ? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എ, മീഥൈൽ ഗ്രൂപ്പ് ആണ്. റൈറ്റ്? നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ. 3-methyl pent2ene on reaction with HBr in the presence of peroxide forms an addition product. The number of possible stereoisomers of the product is എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് 3-methyl pent2ene HBr ആയിട്ട് റിയാക്ട് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. അപ്പൊ ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി. ആ പ്രൊഡക്റ്റിൽ എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. 3-methyl pent2ene, പെന്റ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 കാർബൺ. ഞാൻ ഇവിടെ നിന്നാണ് എണ്ണുന്നത്. 1, രണ്ടാമത്തെ കാർബണിൽ അവിടെ എന്ത് ബോണ്ട് ഇട്ടിട്ടുണ്ട്? ഇതേ ഡബിൾ ബോണ്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ പൊസിഷനിൽ ഒരു മീഥൈൽ, മൂന്നാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ. അപ്പൊ ഇവിടെ ആര് വരും? CH3 വരും. ഇവിടെ CH2 ആണ് വരിക. ഇവിടെ ഒന്നും വരാനില്ല. ഇവിടെ 1, 2, 3 ഒരു ഹൈഡ്രജൻ ആണ് വരിക. ഇവിടെ CH3 ആണ് വരിക. ഇതിലേക്കാണ് എന്ത് ആഡ് ചെയ്യണത്? HBr ആഡ് ചെയ്യണത് ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് നമുക്കറിയാം അവിടെ എന്ത് മെക്കാനിസം നടക്കും? ആന്റി മാർക്കോണിക് ഓക്സിഡേഷൻ മെക്കാനിസം നടക്കും. HBrഉം പെറോക്സൈഡും ഉണ്ടെങ്കിൽ, അല്ലെ? HBrഉം പെറോക്സൈഡും ഉണ്ടെങ്കിലേ ആന്റി മാർക്കോണിക് ഓക്സിഡേഷൻ നടക്കുള്ളൂ. HClO, HFലോ, HIലോ നടക്കില്ല.
ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. അത് HIന്റെ കേസിൽ അത് റിയാക്ഷൻ റിവേഴ്സിബിൾ ആയതുകൊണ്ടും ദെൻ ഐഡിൻ ആയി മാറുന്നത് കൊണ്ടും HFന്റെയും HCl ഒക്കെ കേസിൽ അയോണിക് ആയതുകൊണ്ടും അവിടെ സാധ്യതയില്ല. അവിടെ നടക്കാൻ സാധ്യത ആർക്കാണ്? HBrനാണ് എന്ന് നമുക്കറിയാം. സോ ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എനിക്ക് എന്ത് എഴുതാം? CH3, ഇവിടെ CH2, ഇവിടെ C വരും, ഇവിടെ CH3 വരും, ഇവിടെ C ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ പ്രകാരം ഇവിടെ Hഉം ഇവിടെ Br അല്ലേ വരിക? ഇതാണ് പ്രോഡക്റ്റ് അല്ലെ? ഇനി ചോദിച്ചിട്ടുള്ളത് ഇതിൽ സ്റ്റീരിയോ ഐസോമേഴ്സ് എത്രയെണ്ണെന്നാണ്. ഇപ്പൊ ഒരു ആള് സ്റ്റീരിയോ ഐസോമറിസം, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ അതിന് എന്ത് കാർബൺ ആറ്റം വേണം? കൈറാൽ കാർബൺ ആറ്റം വേണം, വേണ്ടേ? എപ്പോഴാണ് ഒരു കാർബൺ കൈറാലാകുക? അതിന് ചുറ്റുമുള്ള 4 വാലൻസിയും ഡിഫറെന്റ് ഉണ്ടെങ്കിൽ അത് കൈറാലാന്ന് പറയാം. ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ 3 ഹൈഡ്രജനാ, കൈറാലല്ല. ഇവിടെ 2 ഹൈഡ്രജനാ, കൈറാലല്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഒരാൾ ഈ ഗ്രൂപ്പാണ്, ഒന്ന് CH3 ആണ്, ഒന്ന് ഇതേ ഗ്രൂപ്പാണ്, ഒന്ന് ഇതേ ഗ്രൂപ്പാണ്. സോ ഈ കാർബൺ ആറ്റം എന്ത് കാർബൺ ആറ്റമാണ്? കൈറാൽ കാർബൺ ആറ്റമാണ്. ശരിയല്ലേ? ഓക്കെ. അടുത്ത കാർബൺ നോക്കൂ, ഒരാൾ CH3 ആണ്, ഒരാൾ Br ആണ്, ഒരു H ആണ്, ഇത്രയും ഗ്രൂപ്പാണ്. അപ്പൊ ഇവനും എന്താണ്? കൈറാൽ കാർബൺ ആറ്റമാണ്. സോ നമ്പർ ഓഫ് കൈറാൽ കാർബൺ ആറ്റം ഈസ് 2. ആണോ? ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് unsymmetrical and contains n number of chiral carbon atom and number of stereoisomer is 2 raised to n, where n is the number of chiral carbon atom. So 2 raised to 2, answer is 4 and the option is 3. Right? Okay. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, the reaction of toluene with chlorine in the presence of iron and in the absence of light yields എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അവർ ടൊളുവിൻ എടുത്തു, ടൊളുവിലേക്ക് എന്ത് ആഡ് ചെയ്തു? ക്ലോറിൻ ആഡ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് അയൺ, ലൈറ്റ് ഇല്ല. മക്കളെ, ദിസ് റിയാക്ഷൻ ഈസ് ആൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ലൈറ്റ് ഇല്ല, ഫ്രീ റാഡിക്കൽ അല്ല, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇവിടെ ക്ലോറിൻ ആണ് ഇലക്ട്രോഫൈലായി വരേണ്ടത്. ആണോ? ബെൻസീൻ റിങ്ങിന് പുറത്തൊരു CH3 ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഹൈപ്പർ കോൺജുഗേറ്റീവ്, CH3 ഗ്രൂപ്പ് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് കാരണം എന്ത് ഇഫക്റ്റ് കാണിക്കുന്നു? +R ഇഫക്റ്റ് കാണിക്കുന്നു. സോ +R ഇഫക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പൊസിഷനിൽ കിട്ടണം? ഓർത്തോലും പാരയിലുമാണ് ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ വരിക. ഏതൊക്കെ പൊസിഷനിലാണ്? ഓർത്തോലും പാരയിലും. അപ്പോ Cl എന്ന് പറയുന്ന ആൾ ഓർത്തോയിൽ വരും, Cl എന്ന് പറയുന്ന ആൾ പാരയിൽ വരും. പാരയായിരിക്കും മേജർ. സോ ഇവിടെ മിക്സ്ചർ ആണ് കിട്ടുക. ഇനി ഇവിടെ Fe ഇല്ല വിചാരിക്കാം, അവിടെ Fe ഇല്ല വിചാരിക്കുക, അവിടെ ലൈറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക, Hν ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് പ്രൊഡക്റ്റ് പറഞ്ഞേനെ? ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് പറയാമായിരുന്നു. ഇവിടെ ലൈറ്റ് അല്ല, ഫ്രീ റാഡിക്കൽ അല്ല, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, റൈറ്റ്. ദെൻ അടുത്ത ചോദ്യം നോക്കൂ, ഡിക്രീസിംഗ് ഓർഡർ ഓഫ് SN1 റിയാക്ഷൻ ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്. താഴെ തന്നിരിക്കുന്നതിൽ ആദ്യം ആരാണ് SN1 റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുക? ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് മുതൽ കുറച്ച് റിയാക്ട് ചെയ്യുന്നത് വരെ ആണോ? ഇനി SN1 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മെക്കാനിസം വഴി? കാർബോ കാറ്റയോൺ മെക്കാനിസം വഴി നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഓർഗാനിക്കിൽ ഇന്റർമീഡിയറ്റിന്റെ എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ടോ അത്രത്തോളം അത് പെട്ടെന്ന് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പൊ SN1 റിയാക്ഷനിൽ ആരാണ് ഇന്റർമീഡിയറ്റ്? കാർബോ കാറ്റയോൺ ആണ് ഇന്റർമീഡിയറ്റ്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഏത് കാർബോ കാറ്റയോണോ സ്റ്റേബിൾ, അവൻ പെട്ടെന്ന് എങ്ങടേക്ക് പോകും? പ്രൊഡക്റ്റിലേക്ക് പോകും നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം, അവിടെ കാർബോ കാറ്റയോൺ കിട്ടണമെങ്കിൽ ഇവിടെ റീപ്ലേസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഇവിടെ ആരായിരിക്കണം? ആദ്യത്തെ കേസിൽ ഈ NO2നെയും Clനെയും, ഈ NO2നെ ഒരാൾ റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് എവിടെയാ വരിക? ബെൻസീൻ റിങ്ങിന്റെ പുറത്താ വരിക. ഫിനൈൽ കാർബോ കാറ്റയോൺ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്യപ്പെടേണ്ട ആൾ അവിടെ ആരാണ്? ക്ലോറിൻ ആണ്. അപ്പൊ ഈ ക്ലോറിൻ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ there is a positive charge here ആണല്ലോ. അതേപോലെ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പോസിറ്റീവ് ചാർജ് ഹിയർ, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പോസിറ്റീവ് ചാർജ് ഹിയർ, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പോസിറ്റീവ് ചാർജ് ഹിയർ. കാരണം അപ്പൊ ചോദിക്കും, സാർ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തോടെ, ഇവിടെയും ബെൻസീൻ റിങ്ങിന്റെ പോസിറ്റീവ് പോളിൽ പോസിറ്റീവ് ചാർജ്, ഫിനൈൽ കാർബോ കാറ്റയോൺ സ്റ്റേബിൾ അല്ല മക്കളെ. അപ്പൊ ഇങ്ങനെയുള്ള കാർബോ കാറ്റയോൺ ആണ് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത ആണല്ലോ. ഇനി കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഇഫക്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു +I അല്ലെങ്കിൽ +R ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് -I അല്ലെങ്കിൽ -R.
സോ പ്ലസ് ഐ ഇഫക്റ്റോ പ്ലസ് ആർ ഇഫക്റ്റോ കാണിക്കുന്ന സമയത്ത് അവിടെ കാർബോകാറ്റയോൺ എന്ത് ചെയ്യപ്പെടും? സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. നോക്കൂ, NO2 സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈനസ് ആർ ഇഫക്റ്റ് കാണിക്കുന്ന ആളാണ്. ഇവൻ ഒരു പ്ലസ് ആർ ഇഫക്റ്റ് കാണിക്കുന്ന ഒരാളാണ്. ഇവൻ പ്ലസ് ആർ ഇഫക്റ്റ് കാണിക്കുന്നുണ്ടെങ്കിലും ഒപ്പം തന്നെ എന്ത് ഇഫക്റ്റും കൂടി കാണിക്കുന്നുണ്ട്? മൈനസ് ഐ ഇഫക്റ്റും കൂടി കാണിക്കുന്നുണ്ട്. ദെൻ ഇവിടെ യാതൊരു തരത്തിലുള്ള ഇഫക്റ്റുകളും ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ കാർബോകാറ്റയോൺ ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആൾ ആരാ? ബി ആണ്. കാരണം പ്ലസ് ആർ ഇഫക്റ്റ് ഉള്ളത് കൊണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത എന്തായാലും ഇവൻ മൈനസ് ആർ, ഇവനല്ല. സിയും ഡിയും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാക്ടിവിറ്റി ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഐ ഇഫക്റ്റ്. അപ്പൊ ഇവിടെ മൈനസ് ഐ ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സ്റ്റെബിലൈസേഷൻ വരിക ആർക്കാണ്? ഡിക്കാണ്. പിന്നെയാണ് ആര് വരിക? സി വരിക. ഏറ്റവും ലീസ്റ്റ് എ ആണ് വരിക. സോ ബി ഡി സി എ ആൻഡ് ഓപ്ഷൻ ഈസ് സി. റൈറ്റ്? ഓക്കെ. അടുത്ത ചോദ്യം, കൺസിഡർ ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ ഞാനൊന്ന് എഴുതുകയാണേ. CH3 CH2 CH2Br 1 ബ്രോമോ പ്രൊപ്പെയിൻ ആണ്. NaCN ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് CH3 CH2 CH2CN ആണ് കിട്ടിയത്. കാരണം NaCN Na പ്ലസും CN മൈനസും ആണ്. CN മൈനസ് ഒരു ആംബിയന്റ് ന്യൂക്ലിയോഫൈൽ ആണ്. ഇവിടെ നൈട്രജന്റെ പുറത്ത് ലോൺ പെയർ ഉണ്ട്. ഇവിടെ കാർബണിൽ കൂടിയും ബോണ്ട് ഫോം ചെയ്യാം, നൈട്രജനിൽ കൂടെയും ബോണ്ട് ഫോം ചെയ്യാം. പക്ഷെ കാർബൺ ബോണ്ട് സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അവിടെ കാർബണിൽ കൂടെ ബോണ്ട് ഫോം ചെയ്ത് സൈനൈഡ് ഫോം ചെയ്തത്. AgCN ആണെങ്കിൽ അവിടെ CN ആണ് ഫോം ചെയ്യുക, തർക്കമില്ല. ഈ റിയാക്ഷൻ ഫാസ്റ്റസ്റ്റ് സ്റ്റേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ റിയാക്ഷൻ ഏതിലാണ് സ്പീഡിൽ നടക്കുക? മക്കളെ, ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഇവിടെ നടന്നിരിക്കുന്ന റിയാക്ഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. സോ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിൽ നടക്കുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാ? SN2 മെക്കാനിസം ആണ്. ഇനി SN2 മെക്കാനിസം നടക്കണമെങ്കിൽ അവിടെ പോളാർ എപ്രോട്ടിക് സോൾവെന്റിലാണ് ആ റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുക. എത്തനോൾ പ്രോട്ടിക് സോൾവെന്റ് ആണ്, മെത്തനോൾ പ്രോട്ടിക് സോൾവെന്റ് ആണ്, വാട്ടർ പ്രോട്ടിക് സോൾവെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉത്തരം ഏതാണ്? NN ഡൈമീഥൈൽ ഫോർമൈഡ്, ദാറ്റ് ഈസ് എ പോളാർ എപ്രോട്ടിക് സോൾവെന്റ്. സോ SN2 റിയാക്ഷൻ അവിടെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. റൈറ്റ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റർ? മക്കളെ, പ്രൈമറി ആടാ, പ്രൈമറി ആടാ, പ്രൈമറി ആടാ, പ്രൈമറി ആടാ, എല്ലാം പ്രൈമറി ആടാ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിയാക്ടിവിറ്റി ഓർഡർ നമ്മൾ എങ്ങനെ പഠിക്കണം? RI ഗ്രേറ്റർ ദാൻ, RBr ഗ്രേറ്റർ ദാൻ, RCl ഗ്രേറ്റർ ദാൻ RF. ദിസ് ഇസ് ദ റിയാക്ടിവിറ്റി ഓർഡർ. എന്റെ ഓപ്ഷൻ ഡി. റൈറ്റ്? ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ, നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതാം. CH3Br ഇത് KCN ആയിട്ട് റിയാക്ട് ചെയ്തു. സോ KBr മാറി. അപ്പോൾ അവിടെ വരുന്ന ആള് CH3CN ആയിരിക്കും. ദെൻ ഇവിടെ ആരോ മാർക്കിന് മുകളിൽ H2O ബാർ H പ്ലസ്, അത് തന്നെയാണ് H3O പ്ലസ്. ഇനി ഓർക്കുക മക്കളെ, സയനൈഡിനെ കംപ്ലീറ്റ് ആയിട്ടാണ് ഹൈഡ്രോളിസിസ് ചെയ്യുന്നെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡ് അവസാനിക്കും. ഇനി പാർഷ്യൽ ആയിട്ടാണ് ഹൈഡ്രോളിസിസ് ചെയ്യുന്നെങ്കിൽ അവൻ അമൈഡിലാണ് അവസാനിക്കുക. ഇവിടെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആണ്. പാർഷ്യൽ ആണെങ്കിൽ അവൻ തന്നേനെ പാർഷ്യൽ ആണെന്ന്. ഇത് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആണ്. സോ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആയതുകൊണ്ട് ഇവൻ കാർബോക്സിലിക് ആസിഡിലേക്കാണ് പോവുക. ഇനി അടുത്തത് നോക്കി നോക്കൂ. കാർബോക്സിലിക് ആസിഡിലേക്ക് പോയി. അടുത്തതിൽ ഈതർ എന്നാണ്. ഇതിൽ ഈതർ എന്നല്ല, ഞാനിവിടെ കൊടുക്കുന്നു ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് കൊടുക്കുന്നു. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ത് ഏജന്റ് ആണ്? ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ കാർബോക്സിലിക് ആസിഡ് എന്തായിട്ട് മാറും? പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് മാറും വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ആണോ? സോ എത്തനോൾ ആണ്, ഈതൈൽ ആൽക്കഹോൾ ആണ് എന്റെ ഉത്തരം. അവിടെ ഈതർ എന്നുള്ളതല്ല ഉണ്ടായിരുന്നത്. H3O പ്ലസിന് ശേഷം ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. അതുകൊണ്ട് അവിടെ എന്ത് കിട്ടി? ഈതൈൽ ആൽക്കഹോൾ കിട്ടി. ഇനി ഒരു ചോദ്യം, ഈ ബി എന്ന് പറഞ്ഞത്, ബിക്ക് ശേഷം നിങ്ങൾക്ക് സോഡാ ലൈം ആണ് എന്താണ് ഉത്തരം കിട്ടുന്നെങ്കിൽ എന്താണ് ഉത്തരം കിട്ടുക? ചിന്തിച്ച് നോക്കി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ. നോക്കൂ, ബി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ആസിഡ് സോഡാ ലൈം ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൽ താഴെ വന്നതിൽ എന്താണ് ഉത്തരം കിട്ടുക? ചിന്തിച്ച് നോക്കി നോക്കൂ. റൈറ്റ്? അറിയാമല്ലോ, ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടന്നാൽ ഒരു കാർബൺ കുറഞ്ഞുള്ള ഒരാൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഉത്തരം എന്തായാലും ഈ വീഡിയോ ക്ലാസ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ് കണ്ടു നിൽക്കുന്ന നിങ്ങൾ ഒന്ന് കുട്ടികൾ കമന്റ് ചെയ്യട്ടെ. റൈറ്റ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
Aryl halides are extremely less reactive towards nucleophilic substitution. അതെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് അറൈൽ ഹാലൈഡ്സ് റിയാക്ടിവിറ്റി കുറവാണ്. അതിന് ഒന്നാമത്തെ കാരണം റെസൊണൻസ് ഇഫക്റ്റ് കറക്റ്റ് ആണ്, അൺസ്റ്റെബിലിറ്റി കറക്റ്റ് ആണ്, റിപ്പൾഷൻ കറക്റ്റ് ആണ്. എന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബവ് ഇസ് എ കറക്റ്റ് ആൻസർ. റൈറ്റ്. ഇനി which chloro derivative of benzene among the following undergo hydrolysis most readily in aqueous sodium hydroxide to furnish the hydroxy derivative? അതായത് മക്കളെ, ഈ താഴെ തന്നിരിക്കുന്നതിൽ എല്ലാം തന്നെ ക്ലോറിൻ ആറ്റം ബെൻസീനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അരൈൽ ഹാലൈഡ്സ് ആണ്. ഇനി അവിടെ ചോദിച്ചിട്ടുള്ളത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് ആ Cl നെ ഡിസ്പ്ലേസ് ചെയ്ത് OH കൊണ്ടുവരാൻ പറ്റുക? മക്കളെ, സാധാരണ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ട കാര്യം ഇതാണ്. അരൈൽ ഹാലൈഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സാധാരണഗതിയിൽ ഓർഡിനറി കണ്ടീഷനിൽ എന്ത് ചെയ്യാറില്ല, നടക്കാറില്ല. അതിന് കാരണം നമ്മൾ പറഞ്ഞതാണ് റെസൊണൻസ് ഇഫക്റ്റ്, അൺസ്റ്റെബിലിറ്റി, റിപ്പൾഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ സാധ്യതയുണ്ട് നടക്കാൻ. എങ്ങനെ നോക്കി നോക്കൂ, ഇവിടെ 3 -R ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടുത്തെ റിപ്പൾഷൻ കാര്യമായി കുറയുകയും ഒരു ചാൻസ് വരും സബ്സ്റ്റിറ്റ്യൂഷന്. എന്നിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും. സോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തിൽ നടത്താം? അരൈൽ ഹാലൈഡ്സിൽ നടത്താം. ഓർഡിനറി കണ്ടീഷനിൽ നടക്കില്ല, പക്ഷെ നടത്താം. എങ്ങനെയൊക്കെ? ഒന്നാമത്തത് ഒരു -R ഗ്രൂപ്പിനെ വെച്ചിട്ട്, അതല്ലെങ്കിൽ കണ്ടീഷൻ വെച്ച്. ഈ 2 കേസിലും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അരൈൽ ഹാലൈഡ്സിൽ നടത്തിയെടുക്കാം. ഈ കേസിൽ നോക്കൂ, ഓപ്ഷൻ എയില് 3NO2 3 -R ഇഫക്റ്റ് കാണിക്കുന്ന ആളാണ്. സോ റിപ്പൾഷൻ കുറയുകയും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ ചാൻസും ഉണ്ട്. സോ എന്റെ ഉത്തരം 1 ആണ്. ഈ കിട്ടിയ സാധനത്തിനെ ട്രൈനൈട്രോഫിനോൾ എന്നും പിക്രിക് ആസിഡ് ആണെന്നും ഈ പിക്രിക് ആസിഡ് ഒരു എക്സ്പ്ലോസീവ് ആണെന്നും മക്കൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിക്രിക് ആസിഡ് കാർബോക്സിലിക് ആസിഡ് അല്ല, പക്ഷേ ഇതൊരു സ്ട്രോങ് ആസിഡാ. കാരണം അസിഡിക് ക്യാരക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -R ഇഫക്റ്റ്. ഇവിടെ 3 -R ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അസിഡിക് ക്യാരക്ടർ കൂടുതലായതുകൊണ്ട് സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ NaH ബൈകാർബണേറ്റ് ഫോർമുല NaHCO3 ആയിട്ട് റിയാക്ട് ചെയ്യാൻ ഇവന് പറ്റും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റൈറ്റ്. സോ അതിന്റെ റിയാക്ഷൻ ഓൾമോസ്റ്റ് ഹാലോ ആൽക്കെൻസ് ഹാലോ അരീൻസിന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം പോളിഹാലജൻ കോമ്പൗണ്ട്സ്. വിട്ടുപോകരുത്, വായിക്കാൻ വിട്ടുപോകരുത്. സി, in the following halogenated organic compounds, the one with maximum number of chlorine atom in its structure is. താഴെ തന്നിരിക്കുന്ന ഓരോ കോമ്പൗണ്ടിലും ഏറ്റവും കൂടുതൽ ക്ലോറിൻ ആറ്റം ഉള്ള കോമ്പൗണ്ട് ഏതാണ്? ആദ്യത്തേത് ക്ലോറാൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോറാൽ ഈസ് CCl3CHO ആണ്. ക്ലോറോപ്രിസിൻ ആണ്. രണ്ടാമത് ഗാമക്സൈൻ ആണ്. ഗാമക്സൈൻ എന്ന് പറഞ്ഞാൽ ലിൻഡെയിൻ അല്ലെങ്കിൽ ഗാമക്സൈൻ ഈസ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ഇതാണ് ആള്. യെസ്. മൂന്നാമത്തെ ആള് ക്ലോറോപ്രിസിൻ CCl3NO2 ആണ്. ദെൻ ഫ്രിയോൺ 12 എന്ന് പറയുന്നത് CF2Cl2 ആണ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ക്ലോറിൻ ഉള്ള ആൾ ആരാണ്? ഗാമക്സൈൻ ആണ്. വേറെ നോക്കേണ്ട കാര്യമില്ല. റൈറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വൈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് ഓർ ഡാർക്ക് ബോട്ടിൽസ് ആൻഡ് വെൻ ഫിൽഡ് ഇറ്റ്? പണ്ടത്തെ കാലത്ത് ഒരു അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ക്ലോറോഫോം. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കാറില്ല. കാരണം ക്ലോറോഫോം ഓക്സിഡേഷൻ നടത്തി അവിടെ എന്ത് ഫോം ചെയ്യും? ഫോസ്ജീൻ ഫോം ചെയ്യും. കാർബണൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഫോസ്ജീൻ എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യും. ഇത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ക്ലോറോഫോം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഡാർക്ക് ബോട്ടിൽസിലൊക്കെ വെക്കാറുള്ളൂ. നോക്കണ്ട, ഇറ്റ് ഗെറ്റ് സ്ലോലി ഓക്സിഡൈസ്ഡ്. അത് തന്നെയാണ്, സ്ലോലി ഓക്സിഡൈസ്ഡ് ബൈ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ടു ഗെറ്റ് എ കാർബണൈൽ ക്ലോറൈഡ്. റൈറ്റ്. ദെൻ trichloroacetaldehyde CCl3CHO reacts with chlorobenzene in the presence of sulfuric acid. DDTയുടെ പ്രിപ്പറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് DDTയുടെ സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് DDTയുടെ സ്ട്രക്ചർ ഏതാണ് മക്കളെ? C is the correct structure of DDT. യെസ്. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും ഉള്ളത്. സോ ആദ്യം പറഞ്ഞതുപോലെ NCERT ഒന്ന് ഓടിച്ച് ബ്രഷപ്പ് ചെയ്യുക. ദെൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ നോക്കുക. ദെൻ അതിന്റെ പുറകുള്ള കൺവേർഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. മക്കളെ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ മാത്രമായിരിക്കില്ല ഫിക്സ് ചെയ്ത് ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും അടുത്തതിലേക്കും അങ്ങനെ കൺവേർട്ട് ചെയ്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുക, കണക്ഷൻസ് മനസ്സിലാക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു ഓൾ.